അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 165 വാക്യം നമുക്ക് വായിക്കാം. നിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഗ്രേറ്റ് പീസ് ഹാവ് ദേ ഹൂ ലവ് യുവർ ലോ ആൻഡ് നത്തിങ് ക്യാൻ മേക്ക് ദം സ്റ്റംബിൾ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ നിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ എന്നാണ് ബൈബിളിലെ അർത്ഥം. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർ എന്നോ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവർ എന്നോ പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവർ എന്ന് തന്നെയാണ് ബൈബിളിലെ അർത്ഥം. ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് സാരം. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതും മനുഷ്യൻ സ്നേഹിക്കുന്നതുമായ അനേകം കാര്യങ്ങൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണമാണ്. ലവേഴ്സ് ഓഫ് മണി. ധനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയുകയില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തൊരു ഓഫീസ് തുറന്നു. മാഞ്ചിയം എന്ന വൃക്ഷത്തെ മേടിക്കുന്നതിനായി വെറും 20 രൂപ മുടക്കിയാൽ അത് ഒരു യൂണിറ്റായി പരിഗണിക്കുകയും ആ മാഞ്ചിയം തൈ ഓഫീസ് അധികാരികൾ തമിഴ്നാട്ടിൽ അവർ വിലയ്ക്ക് മേടിച്ച സ്ഥലത്ത് നടുകയും 20 വർഷത്തിന് ശേഷം ആ ചെടി വളർന്ന് വൃക്ഷമായി 20 ലക്ഷം രൂപ തിരികെ തരുമെന്നുമാണ് ഓഫർ. വെറും 20 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 20 വർഷം കഴിയുമ്പോൾ 20 ലക്ഷം രൂപ മടക്കി കിട്ടും. ലക്ഷക്കണക്കിന് യൂണിറ്റ് മാഞ്ചിയമാണ് വിറ്റഴിച്ചത്. ഓരോ വ്യക്തികളും 300-400 യൂണിറ്റ് മാഞ്ചിയം മേടിച്ച് പണം കൊടുത്തു. ഈ ഓഫർ ചെയ്തവർ എവിടുത്തുകാരാണെന്നോ ഇവരുടെ വാഗ്ദാനങ്ങൾ പൊള്ള വാഗ്ദാനമാണോ ഒറിജിനലാണോ എന്നൊന്നും അന്വേഷിക്കുവാൻ അവരുടെ ദ്രവ്യാഗ്രഹം അവരെ സമ്മതിച്ചില്ല. ഒടുക്കം കോടിക്കണക്കിന് രൂപയുമായി മാഞ്ചിയം ടീം മുങ്ങി. അപ്പോഴാണ് മുതൽ മുടക്കിയവർക്ക് പറ്റിയ ആമളി മനസ്സിലായത്. ന്യായപ്രമാണത്തിൽ പ്രിയം വെച്ച് പ്രമാണത്തെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് ദ്രവ്യാഗ്രഹമില്ലാത്തതിനാൽ ഇങ്ങനെയുള്ള ഓഫറുകൾ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഒരു സഹോദരനെയും വിശ്വസിക്കരുത് എന്ന ബൈബിൾ വാക്യമായിരിക്കും. ആ വ്യക്തി 1000 സ്ഥലത്ത് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഏതൊരു ഇടപാടും തുടങ്ങുകയുള്ളൂ. ചതിവിൽപ്പെടാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് സമാധാനമായി ജീവിക്കുകയും ചെയ്യാം. അവർക്ക് മഹാസമാധാനമുണ്ട്. ഹൃദയത്തിന് സമാധാനമുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകും. ഒരു പ്രായമായ മാതാവ് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ്. ദിവസവും ലഘുലേഖ വിതരണം നടത്തുന്ന ആ വൃദ്ധമാതാവ് രാവിലെ വെളുപ്പിനെ തന്നെ ലഘുലേഖയുമായി വീട്ടിൽ നിന്നും ഇറങ്ങും. ഒരിക്കലൊരു വ്യക്തി ആ മാതാവിനോട് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ മാതാവ് പറഞ്ഞ മറുപടി നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനും എന്നായിരുന്നു ആ മാതാവിൻ്റെ മറുപടി. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ സ്നേഹിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. അവർക്ക് മഹാസമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. യുദ്ധമുഖത്തൊരു പട്ടാള ജനറൽ ധൈര്യത്തോടെ തൻ്റെ കടമകൾ നിർവഹിക്കുന്നു. വെടിയുണ്ടകൾ തൻ്റെ ഇടത്തും വലത്തുമായി വീഴുന്നുണ്ട്. അപ്പോഴും അല്പം പോലും ഭയമില്ലാതെ താൻ ഉത്സാഹത്തോടെ പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ സമയം ഒരാൾ ആ ഓഫീസറോട് ചോദിച്ചു, അങ്ങ് ഇത്ര ധൈര്യത്തോടെ വെടിയുണ്ടകൾക്കിടയിൽ പ്രവർത്തിക്കുന്നു, അതിന് കാരണം എന്താണ്? ആ ഓഫീസർ അതിന് കൊടുത്ത മറുപടി, എൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, അവനറിയാതെ എൻ്റെ തലമുടിയിൽ തൊടുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ്. വചനം പ്രമാണിക്കുന്ന ദൈവവചനത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ വചനത്തെ സ്നേഹിക്കാത്തവർ വഞ്ചനയിൽ പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. 119 സങ്കീർത്തനം 100 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകം ഏറിയവനാകുന്നു.
ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വചനത്തെ സ്നേഹിക്കുന്നവർക്ക് നല്ല ജ്ഞാനമുണ്ടാകും. അവരെ ഭരിക്കുന്നത് ഭോഷത്വമാക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമാണ്. നമുക്ക് ഈ ലോകത്തിൽ ജ്ഞാനമായ വക്രതയും ഈ ലോകത്തിൻ്റെ ജ്ഞാനമായ വക്രതയും കാപട്യവും ഇല്ലാതിരിക്കേണ്ടതിന് ഉയരത്തിലെ ജ്ഞാനം ആവശ്യമാണ്. 95 വയസ്സുള്ള പോളികാർപ്പിനോട് യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ സ്വതന്ത്രമാക്കാമെന്ന് അധികാരികൾ പറഞ്ഞപ്പോൾ, എനിക്ക് 95 വയസ്സുണ്ട്, ഇത്ര കാലം വരെ എന്നെ സ്നേഹിക്കുകയും ഒരു ദോഷവും എനിക്ക് ചെയ്യാതിരിക്കുകയും ചെയ്ത യേശുവിനെ ഞാനെങ്ങനെ തള്ളിപ്പറയുമെന്നാണ് പോളികാർപ്പ് പറഞ്ഞത്. കാരണം അവൻ വചനം അനുസരിക്കുന്നവൻ ആകയാൽ അവന് മഹാസമാധാനവും ധൈര്യവും ദൈവസ്നേഹവും ഉണ്ടായിരുന്നു. വചനത്തെ സ്നേഹിച്ച് വചനം അനുസരിക്കുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. സാത്താൻ്റെ കെണിയിൽ നിന്നും, സാത്താൻ്റെ പ്രവൃത്തികളിൽ നിന്നും, മനുഷ്യരുടെ കെണിയിൽ നിന്നും, പാപത്തിൻ്റെ കെണിയിൽ നിന്നും എല്ലാം സ്വാതന്ത്ര്യം ലഭിക്കുന്നു. കാരണം ഒരു കെണിയിലും വീഴാതെ വണ്ണം വചനം അവരെ സംരക്ഷിക്കുന്നു. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള വാഗ്ദാനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിലുള്ളത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും എന്നാണ് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക്, ന്യായപ്രമാണത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് തന്നെ യേശു കൊടുക്കുന്ന വാഗ്ദാനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതാണ് ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്കുള്ള യേശുവിൻ്റെ വാഗ്ദാനം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ലോകം തരുന്ന സമാധാനം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവവചനം അനുസരിക്കുക മൂലം ദൈവം നമുക്ക് തരുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മെ നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുമാറാക്കും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ സന്തോഷിക്കാം, അവൻ്റെ സമാധാനത്തിൽ ആശ്വസിക്കാം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് ദൈവസമാധാനം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.